ശ്രീജിത്തിലേക്ക് കൂടെ ഒന്ന് പോട്ടെ. ശ്രീജിത്ത്, ഈ ഇപ്പോഴും പറയുന്നത് KSINC-യുമായി ഒപ്പിട്ട MOU റദ്ദാക്കുന്നതിനെ കുറിച്ചാണ്, ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ മറുവശത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡീപ് സീ ഫിഷിങ്ങിന്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടി എന്ന് എഴുതി ഒട്ടിച്ച, തുടക്കത്തിൽ തന്നെ അങ്ങനെ എഴുതി ഒട്ടിച്ച ഒരു MOU അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ MOU പ്രകാരമാണ് KSINC ഇങ്ങനൊരു ധാരണാപത്രത്തിലേക്ക് പോകുന്നത്, ഇങ്ങനൊരു കച്ചവടം പിടിച്ചെടുക്കുന്നത്. അതാണ് അവർ വലിയ ആഘോഷമായി എല്ലാവരോടും പറഞ്ഞത്. അവർ ഇതിന്റെ പിറകിലെ പ്രശ്നങ്ങൾ അറിഞ്ഞതേയില്ല. ഇതിങ്ങനെ പുറത്തുവിടുന്നത് ഒരു വലിയ പ്രശ്നമാവുമെന്ന് അവർ അറിഞ്ഞതേയില്ല. അവരതൊരു വലിയ നേട്ടമായി ഉയർത്തിക്കാണിച്ചു. ഇത് എത്ര നാൾ, എത്ര വിഷയങ്ങളിൽ സർക്കാരിന് ഇങ്ങനെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയൊഴിയാൻ, തലയൂരാൻ പറ്റും? അല്ല ശ്രീജ, അത് ഒരു ജനാധിപത്യ പ്രവൃത്തി അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ സംവിധാനം ഉദ്യോഗസ്ഥാധിപത്യമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് വരുന്നത് ആരാണ് എന്നുള്ളതിൽ കൂടി കണ്ടതാണ്. അതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് വിഷയം. ഇത് സ്പ്രിംഗ്ലറിൽ തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നിരിക്കുന്ന വിശദീകരണം പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിന് വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പര്യാപ്തമല്ല. ഇവിടെ ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികളോട് ഒരു നയവ്യതിയാനത്തിൽ കൂടി സംസ്ഥാന സർക്കാർ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വിശദീകരിക്കാം. ഇവിടെ ഈ പ്രശ്നത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് നയമാണ്. രണ്ടാമത്തേത് KSIDC-യുമായി ബന്ധപ്പെട്ട MOU ആണ്. മൂന്നാമത്തെ ഭാഗമാണ് ഈ KSINC-യുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കരാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളെല്ലാം ഇവിടെ ഈ ഫിഷറീസ് വകുപ്പിലെ 2.9 പറ്റി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെ സംസാരിച്ചു. ഈ 2.9 പറഞ്ഞിരിക്കുന്നത് അമിത ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കോണ്ടിനെന്റൽ ഷെൽഫ് ഏരിയയിൽ നിന്നും നിലവിലെ മത്സ്യബന്ധന സമ്മർദ്ദം കോണ്ടിനെന്റൽ സ്ലോപ്പ് ഏരിയയിലേക്ക് മാറ്റപ്പെടേണ്ടതിന് പുറം കടലിൽ ബഹുദിന മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകും. എന്നാൽ ഇതിൽ തന്നെ 2.2 വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. വിദേശ ട്രോളറുകൾക്കോ തദ്ദേശീയ കോർപ്പറേറ്റുകളുടെ യാനങ്ങൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുവാദം നൽകാതിരിക്കാനും ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ അവയെ പ്രവേശിപ്പിക്കാതിരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ഈ 2.9 അവിടെ നിലനിൽക്കുകയാണെങ്കിൽ പോലും 2.2 വളരെ വ്യക്തമായിട്ട് പറയുന്നത് കോർപ്പറേറ്റുകളായിട്ടുള്ള, അത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് വന്നോട്ടെ ആന്തരികമായിട്ട് വന്നുകൊട്ടെ, നമ്മൾ അവരുമായിട്ട് യാതൊരു വിധത്തിലും ഒരു ഡീലിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഫിഷറീസ് നയം. എന്നാൽ ഇപ്പോൾ ഇവിടെ ശ്രീ ചിത്തരഞ്ജൻ തന്നെ പറഞ്ഞു, ഇത് കേരള സർക്കാരുമായിട്ട് ആരാണ് ധാരണയുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതിൽ എനിക്ക് കാണിക്കാനുള്ളത്, ശ്രീജയുടെ കയ്യിലുണ്ടാകും, അസെന്റിൽ സൈൻ ചെയ്തിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ഇത് ആരൊക്കെ തമ്മിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. KSIDC അല്ല, EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള ഇന്ത്യ. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണാപത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞു, പോളിസിയിൽ പറയുന്നതനുസരിച്ച് വിദേശ നിക്ഷേപം ഈ മേഖലയിൽ അംഗീകരിക്കില്ല. പക്ഷേ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ MOU-വിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ഡീപ് സീ ഫിഷിംഗ് ഇൻഡസ്ട്രി ഇൻ കേരള സ്റ്റേറ്റ് ഇന്ത്യ. അതിൻ്റെ കോസ്റ്റ് പറയുന്നുണ്ട് 5000 കോടി രൂപ, 25,000 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, സെപ്റ്റംബർ 2020 മുതൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ 2.2 പറഞ്ഞിരിക്കുന്ന ഫിഷറീസ് പോളിസിക്ക് വൈരുദ്ധ്യമായി, അതായത് ഇവിടെയുള്ള ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ രീതിയിലുള്ള സംരക്ഷണമാണോ ഉറപ്പുവരുത്തുന്നത് എന്ന് പറയുന്നത്, അതിന് കടകവിരുദ്ധമായിട്ട് സർക്കാർ ഇവിടെ ഡീപ് സീ ഫിഷിംഗ് ഇൻഡസ്ട്രി ഇൻ കേരള അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് 5000 കോടി രൂപയുടെ ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീർന്നില്ല, അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത് കേവലം കരാർ മാത്രമല്ല, അല്ലെങ്കിൽ ധാരണാപത്രം മാത്രമല്ല, അതുവഴി എന്തൊക്കെ നൽകാമെന്ന് പറയുന്നുണ്ട്. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ആർക്ക്? EMCC-ക്ക്. ഒപ്പം ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റൽ സപ്പോർട്ട് നൽകും, ടൈം ബൗണ്ട് ക്ലിയറൻസസ് നൽകും, ഓഫറിംഗ് അട്രാക്റ്റീവ് ഇൻസെന്റീവ്സ് ആസ് പെർ പോളിസീസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അവസാന ഭാഗത്തിൽ പറയുന്നു, ഒപ്പിട്ടിരിക്കുന്നത് ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ദെയർ ഡ്യൂലി ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ഫോർ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ രാജമാണിക്യം KSIDC-യുടെ MD ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് നയത്തിന് വ്യതിയാനമായി സംസ്ഥാന സർക്കാരിനു വേണ്ടി സംസ്ഥാന സർക്കാരും EMCC-യും തമ്മിലാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ ധാരണാപത്രം ഇന്നുവരെയും റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇനി
രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീടുള്ള മറ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് 4 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഒരു ഫുഡ് പ്രോസസ്സിംഗ് സെന്ററിന് വേണ്ടിയിട്ട് വേണമെന്ന് പറയുന്നു. അതിനെയും അവർ 3 മാസം കഴിയുമ്പോഴേക്കും അതിന് അപ്രൂവൽ നൽകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ അപ്രൂവൽ വരുന്നു എന്നുള്ളത് ഒരു ഭാഗം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ സ്ഥലത്തിനുള്ള അപ്രൂവൽ കിട്ടുന്നത്? ശ്രീ ചിത്തരഞ്ജൻ ഇവിടെ കരാറുകളെ പറ്റി സംസാരിച്ചു. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ചേർത്തലയിൽ പള്ളിപ്പുറത്ത് 4 ഏക്കർ സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിക്കുന്നത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ മറ്റേതെങ്കിലും കരാർ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഭാഗം KSINC. നോക്കൂ, KSINC എന്താണ് ചെയ്യുന്നത്? അത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കീഴിൽ ബോട്ട് നിർമ്മാണം, ട്രോളർ നിർമ്മാണം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ ഒരു കമ്പനിയുടെ രീതിയിൽ പല സ്ഥലങ്ങളിലും പോയി അവർ ബിഡ് ചെയ്യുന്നു, പലരോടും പോയി അവർ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നു. മുസരീസ് പ്രോജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒഡീഷയിൽ പോയി അവർ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ എന്താ നിൽക്കുന്നത്? കേരള സർക്കാർ EMCCയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട്. ആ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് പല നീക്കുപോക്കുകളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ നൽകും എന്ന് രേഖാമൂലം പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായും അവരവിടെ അപ്രോച്ച് ചെയ്തിട്ട് നോക്കുന്നു, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നവർ നോക്കുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു കമ്പനിയും ചെയ്യുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ട് അവർ ചർച്ച ചെയ്ത് 400 ട്രോളറുകൾ, കുറേയധികം മദർഷിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3000 കോടിയോളം രൂപ വരുന്ന ഒരു കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുക, അല്ലെങ്കിൽ അതിന്റെ ധാരണയിലേക്ക്, അല്ലെങ്കിൽ ഒരു വർക്ക് ഓർഡറിലേക്ക് അവർ എത്തുക എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് KSINC. അപ്പൊ അതിന്റെ പേരിൽ അവരെന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. 2, മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഈ വാർത്ത വന്ന ദിവസം പറഞ്ഞിരിക്കുന്നത് KSINCയുടെ ജോലി ബോട്ടുണ്ടാക്കലാണോ എന്നാണ്. ബോട്ടുണ്ടാക്കലാണ് അവരുടെ ജോലി. അപ്പൊ അതിനെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരം പോലും മന്ത്രിക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. 3, മറ്റുള്ള എല്ലാവരും ഈ ധാരണാപത്രവും രേഖകളും കാര്യങ്ങളും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചപ്പോൾ KSINC ചെയ്തത് എന്താണ്? ഈ മാസം അവർ സൈൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് അവർ വൃത്തിയായിട്ട് അതിനെപ്പറ്റി മാധ്യമങ്ങളിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ഇംഗ്ലീഷ്, മലയാളം മാധ്യമങ്ങളിൽ അതിന്റെ വാർത്ത വന്നു. നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വഴി അതിനെ ഔദ്യോഗികമായിട്ട് അതിനെ പ്രസിദ്ധീകരിച്ചു. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന പരസ്യ സീരീസിൽ ഇതിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് അവർ അതിനെപ്പറ്റി പബ്ലിസൈസ് ചെയ്തു. പറയാനുണ്ട് ശ്രീജ, ഒറ്റ കാര്യം കൂടി. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ മന്ത്രിസഭയിലെ ഒരു മുതിർന്ന മന്ത്രിയായിട്ടുള്ള ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ആരോപിക്കുന്നത് ഇവർ ഫിഷറീസ് നയത്തിന് വിരുദ്ധമായിട്ട് KSINC പ്രവർത്തിച്ചു എന്നാണ്. ഈ KSINC എന്ന് പറയുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമല്ല, നമ്മുടെ ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമല്ല. അവർക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോട്ട് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന്റെ പോളിസി നോക്കുക എന്ന് പറയുന്നത് ഇവരുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞു നിർത്തിയത് KSINC വലിയൊരു കരാർ സ്വന്തമാക്കി, അതുമായി അവർ മുന്നോട്ട് പോയി. അതിന് ഏറ്റവും ഒടുവിൽ ചൂരലെടുത്ത് ഇരുത്തുന്നത് അങ്ങനെ ഒരു കമ്പനിയെ വികസിപ്പിക്കാൻ ശ്രമിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത ഉദ്യോഗസ്ഥനും ആ സ്ഥാപനവുമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ടോം ജോസ് IAS പോലെ ഒരാൾ തലപ്പത്തിരിക്കുന്ന ഒരു സ്ഥാപനം, മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന ഒരു വകുപ്പ്, അതിൽ മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു കരാർ നടന്നു എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുഴപ്പമാകാം. ശ്രീജിത്തിന് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് ന്യായമായും വിശ്വസിക്കാൻ പറ്റില്ല. മുൻപുണ്ടായിരുന്ന പല കരാറുകളിലും പക്ഷേ മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെ ആയിരുന്നു ശ്രീജ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്പ്രിംഗ്ലർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ചെലവുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് കമ്മീഷനുകളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കമ്മീഷന്റെ റിപ്പോർട്ട് തൃപ്തിയാവാതെ വരുന്ന സമയത്ത് പുതിയ കമ്മീഷൻ, ഇവർക്കെല്ലാം ചെലവുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യസനമുണ്ടാക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലുണ്ടാകുന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായ നയവ്യതിയാനമാണ്. കാരണം ഇവിടെ തദ്ദേശീയമായിട്ടുള്ളതാണെങ്കിലും വിദേശത്ത് നിന്നുള്ളതാണെങ്കിലും കോർപ്പറേറ്റുകൾക്ക് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ EMCCക്ക് ഇവിടെ ഒരു സബ്സിഡറി ഉണ്ടെങ്കിൽ പോലും നയമനുസരിച്ച് അതിന് അനുവാദം നൽകാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ ഈ കുറ്റം ആരുടെ തലയിലേക്കാണ് കൊണ്ടുവരുന്നത് നോക്കൂ. ഇതിൽ ശ്രീ EP ജയരാജനാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് മന്ത്രി എന്ന് നമുക്കറിയാം. അപ്പോൾ KSIDCയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചുമതലപ്പെട്ട് ഈ കരാറിൽ അല്ലെങ്കിൽ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മന്ത്രിമാരായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. ഇവിടെ സ്ഥലം കൊടുത്തിരിക്കുന്നതിൽ, ആ സ്ഥലം കൊടുത്തിരിക്കുന്നതിൽ പോലും മറ്റു പല ഏജൻസികളുമുണ്ട്. ഇപ്പോൾ ഡിലാക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജില്ലാ തലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡിയുണ്ട്. ഇവരെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് 4 ഏക്കർ സ്ഥലം കൊടുക്കുന്നത്. അതിനെപ്പറ്റി ആർക്കും യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ്, അവർക്ക് ഉത്തരവാദിത്വമില്ല. അവസാനം ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ബോട്ട് നിർമ്മാണ കമ്പനിക്കാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അതാണ്, ഞാനിപ്പോൾ ഒരു
നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാനൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറയുന്നു, ഇവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിന്റെ ഉത്തരവാദി ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് വിറ്റിരുന്ന ഈ ഹോട്ടൽ ഉടമയാണോ, അല്ലെങ്കിൽ അവിടെയുള്ള കുക്കാണോ? ഇതാണ് സർക്കാരിന്റെ ന്യായം. ഈ വിൽക്കുന്ന ഹോട്ടലിന്റെ ഉടമയ്ക്ക് തീർച്ചയായും ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന ആളിന്റെ, കൊണ്ടുപോകുന്ന ആളിന്റെ വീട്ടിലെ ഭക്ഷ്യ പോളിസി എന്താണ് എന്ന് അറിയേണ്ട കാര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം KSINCക്ക് ബോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. അത് അവർ വൃത്തിയായിട്ട് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും വലിയ, അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ആണ് ഈ 2,900-3,000 കോടി രൂപ എന്ന് പറയുന്നത്. സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. ഈ 400 ട്രോളർ എങ്ങോട്ട് പോകുന്നു എന്ന് കൂടി അന്വേഷിക്കാം. പ്രത്യേകിച്ച് ഇതൊരു ഇൻഡിപെൻഡന്റ്, ഒരു പ്രൈവറ്റ് കമ്പനി അല്ല. കമ്പനി അല്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, KSIDC ഉണ്ടാക്കിയിരിക്കുന്ന ധാരണാപത്രം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിൽ നേരത്തെ ശ്രീ ചിത്തരഞ്ജൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരും ഈ പറയുന്ന KSINC ഒരു കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വർക്ക് ഓർഡറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയും തമ്മിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട്. ആ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ബൈബിൾ എവിടെയാണ് ഇവർക്കുള്ളത്? ഇവർക്ക് മാത്രമായിട്ട് ആപ്ലിക്കബിൾ ആകുന്ന ഒരു ഫിഷറീസ് നയം എവിടെയാണ്? ഇവർക്ക് ഫിഷറീസ് നയം എന്ന് പറയുന്നത് ഇവർക്ക് ബാധകമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ അദ്ദേഹം പറഞ്ഞു വിദേശ കമ്പനിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, പ്രാഥമികമായിട്ട് ഒപ്പിട്ടുവെന്ന്. പ്രാഥമികമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ശ്രീ ചിത്തരഞ്ജൻ പറയുന്നത് ഡീപ് സീ ഫിഷിംഗ് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിവിടെ 400 ട്രോളറുകളിലും 5-6 മദർഷിപ്പുകളിലും പോയി ഈ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മത്സ്യമെല്ലാം അപ്പോൾ തന്നെ ആർക്കെങ്കിലും കരക്കിട്ട് വിൽക്കാമെന്നാണോ കരുതുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും സീ ഫുഡ് പ്രോസസ് ചെയ്യണം. അത് തന്നെയാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്.